ജോത്സ്യരത്നം സിബിനെയാണ് ഇപ്പോ ലൈവില് കണ്ടത്. ശ്രീധുവിനോടിരുന്ന് പഞ്ചാര അടിക്കുന്ന ജോത്സ്യരത്നം സിബിൻ. ചുമ്മാതല്ല അർജുൻ ഇത്രയും പോസസീവ് അടിക്കുന്നത് നമ്മുടെ സിബിനോട് മിണ്ടുമ്പോ. സിബിനൊരു ട്രാക്ക് വലിക്കാൻ നോക്കുന്നുണ്ട് ശ്രീധുവുമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. ഒരു എപ്പിസോഡില് സിബിൻ ഫ്ലേർട്ട് ചെയ്യുന്നത് എടുത്ത് കാണിച്ചിരുന്നു ബിഗ് ബോസ്. അപ്പം ബേസിക്കലി സിബിന് അങ്ങോട്ടൊരു ക്രഷ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീധു കുറെയൊക്കെ വീഴുന്നുമുണ്ട്. അവിടെ നടന്നത് ഇവിടെ വന്ന് പറഞ്ഞ്, ഇവിടെ നടന്നത് അവിടെ ചെന്ന് പറഞ്ഞാൽ വിജയം സുനിശ്ചിതം എന്ന് സിബിൻ പറയുന്നു. അപ്പൊ ശ്രീധു ചോദിക്കുന്നു സുനിശ്ചിതം എന്താ എന്ന് ചോദിക്കുന്നു. അപ്പൊ സിബിൻ പറയുന്നു കൺഫേംഡ് എന്നാണെന്നാണ്. ഇത് പറഞ്ഞ് രണ്ടിന്റെയും ഒരു ചിരിയുണ്ട്, പ്രത്യേകിച്ച് ശ്രീധുവിന്റെ ചിരിയും ക്യൂട്ട്നെസ്സും കൊണ്ട് ഒരു മാസം അവിടെ പിടിച്ചു നിന്ന ഒരു സേഫ് ഗെയിമർ മാത്രമാണ് ശ്രീധു. പ്രത്യേകിച്ച് ഒന്നും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ വോട്ടുകളുണ്ട്. അതിന് കാരണം ഈ പറഞ്ഞ സൗന്ദര്യം, ക്യൂട്ട്നെസ്, പിന്നെ അതേപോലെ നല്ലപോലെ ചിരിക്കാൻ അറിയാം. സിബിൻ വരുന്നത് വരെ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ സിബിൻ വന്നതോടെ സിബിൻ കുറെയൊക്കെ ശ്രീധുവിനെ കളിയിലേക്ക് കൊണ്ടുവന്നു. കാരണം രണ്ടുപേരും ഒരു ടീമാണ്, നെക്സ്റ്റ് ടീമിലാണ് രണ്ടുപേരും. അപ്പൊ അതിന്റെ ഒരു നന്ദിയും സ്നേഹവും ഒക്കെയാണ് ശ്രീധു സിബിനോട് കാണിക്കുന്നത്. അതാണ് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത്. പിന്നെ സിബിനുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ശ്രീധുവിന്. റാറാ നട്ടുമുക്ക ആ പാട്ടൊക്കെ ഇരുന്ന് പാടുന്നുണ്ട് രണ്ടും കൂടെ ലൈവില്. എന്താ ഫ്ലേർട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും. കൊള്ളാം, നടക്കട്ടെ.